ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞങ്ങളെല്ലാം ഹായ് ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഒച്ചെടുത്ത് പറയരുത്. ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് പുറത്തേക്ക് പോവാണ്. പക്ഷെ ഞങ്ങൾ മാത്രമാണ് ഫിലിമിന് പോകുന്നത്. ഇവര് സിബിയുടെ വീട്ടിലേക്ക് പോകുന്നു, ഞങ്ങൾ ഫിലിമിന് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസങ്ങളിലെ പരിപാടിയെല്ലാം കാണാം. എൻ്റെ അങ്കിളാണ് പ്രിൻസ് അങ്കിള്. അദ്ദേഹമാണ് മറ്റേ എൻ്റെ ലൈസൻസിന്റെ കാര്യം. പ്രിൻസ് ഹായ് പ്രിൻസകളെ, ഹൗ ആർ യു? ഹായ്. അപ്പൊ നമ്മളിപ്പോ തിയേറ്ററിൽ വന്നിരിക്കുകയാണ്. ഒരു ഫിലിം, തമിഴ് ഫിലിം കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. പടത്തിന്റെ പേരെന്താണ്? പടത്തിന്റെ പേരെന്തോന്ന് വായിച്ചേ? എന്താണത്? അയ്യോ, പടത്തിന്റെ പേര് നോക്കട്ടെ. അതെന്താ അത് എഴുതിയിരിക്കുന്നത്? എന്തുവാ? ഡ്രാഗൺ. ഡ്രാഗൺ അല്ലേ? ഡ്രാഗൺ എന്നല്ലേ? ഡ്രാഗൺ. ഡ്രാഗൺ എന്ന് പറഞ്ഞ മൂവിയാണ് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ അല്ലാത്തപ്പോൾ ഞാൻ മോളിലാണ് ടിക്കറ്റ് എടുക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഒത്തിരി നാൾക്ക് ശേഷം ഒരാഗ്രഹം, നമ്മുടെ പഴയ തിയേറ്ററില്ലേ, കവിത തിയേറ്റർ, അവിടെ വരണമെന്ന് വെച്ചാൽ ഞാൻ കവിത തിയേറ്ററിൽ വന്നിട്ട് വർഷങ്ങളായി. അപ്പോൾ വേണ്ട, കവിത തിയേറ്ററിൽ വന്ന് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ കവിതയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ബേബീസിനെ പിക്ക് ചെയ്ത് ഞാൻ വീട്ടിൽ പൊക്കോളാം, നിങ്ങൾ ലേഡീസ് എല്ലാം ഒന്ന് ഫ്രീ ആയിട്ട് സിനിമ കണ്ടിട്ട് അങ്ങ് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഓക്കെ, സന്തോഷം. അപ്പോൾ ഞങ്ങൾ ബേബീസിനെ കൊടുത്ത് വിടുവാണ്, വിത്ത് നമ്മുടെ ലക്കി കുട്ടീനെയും കൊടുത്ത് വിടുവാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ പോയി ബേബീസിനെ പിക്ക് ചെയ്ത് നമ്മൾ ഇന്ന് പള്ളിയും പിന്നെ കുറച്ച് കാര്യങ്ങൾ ഫോട്ടോ വെച്ച് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം നടക്കുമെന്ന് അറിയില്ല. അതനുസരിച്ച് നമ്മൾ കുർബാന കാണുന്നത് സാറ്റർഡേയും കൂടിയാണ്. അപ്പോൾ കുർബാന കാണണം. ഇന്ന് മാർച്ച് 1-ാം തീയതിയാണ്. അതെ, മാർച്ച് 1-ാം തീയതി കാരണം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ പിന്നെ ലല്ലു വീട്ടിലില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയത്. എത്ര നേരം വീട്ടിൽ ഇരിക്കാനല്ലേ മുന്നേ. ശരി, ഹായ് പറഞ്ഞേ. സിബിയാൻ്റെ വീട്ടിൽ ഗുഡ് ബോയ്സ് ആയിട്ടിരിക്കോ രണ്ടുപേരും? ഗുഡ് ബോയ്സ് ആയിട്ടിരിക്കോ? മമ്മ വന്ന് വിളിക്കുമ്പോഴത്തേക്ക് ബാഡ് മമ്മ പറയോ? ആന്നാ? ആരാണ് മമ്മ? ഗുഡ് ബോയ് ആണോ ബാഡ് ബോയ് ആണോ? കണ്ടാ, ആന്റിക്ക് എപ്പോഴും മമ്മ ബാഡ് ബോയ്. അതെന്നാ? മമ്മ ഗുഡ് ബോയ്. ജോജിക്ക് മമ്മ ഗുഡ് ബോയ്. ഒരു ഉമ്മ തന്നെ മമ്മക്ക്, ഒരു ഉമ്മ തന്നെ അന്നി, ഒരു ഉമ്മ തന്നെ അന്നി. ഭയങ്കര ഇപ്പോഴേ പിന്നെ ഭയങ്കര ജാടയാണ് കൊച്ചിന്. ജാട് ബേബി ആയിട്ട് മമ്മ ബാഡ് ബോയ്. അത് തന്നെ മമ്മയുടെ മൊബൈൽ, എന്റെ മൊബൈൽ വേണം, എന്റെ കാര്യങ്ങൾ വേണം, എല്ലാം വേണം. അത് കഴിഞ്ഞ മമ്മ ബാഡ് ബോയ്. അതന്നെ മോനെ. കേക്ക് തരാത്ത കാരണം ഇന്നലെ രാത്രി ഞാൻ കേക്ക് കൊടുത്തില്ല. അപ്പൊ അതിന്റെ വാശിയിലിരിക്കുന്നു. പക്ഷെ ജോജിയുടെ മനസ്സിലങ്ങനൊന്നുമില്ല കേട്ടോ. ഇതാരാ ബാക്കിൽ ഇരിക്കുന്നത്? എല്ലാരും പുതിയ ഡ്രസ്സാണ്. ഇന്ന് എല്ലാരും പുതിയ ഡ്രസ്സാ. കണ്ടാ, മാർച്ച് 1 എല്ലാവർക്കും പുതിയ, കണ്ടാ, പുത്തൻ ബ്ലൂ ഡ്രസ്സ്. കണ്ടാ, ഞാനും പുതിയ ഡ്രസ്സ്. ഇത് ഞാൻ എവിടെ നിന്നാ വാങ്ങിച്ചത്? നമ്മളിത് ബാംഗ്ലൂരിൽ നിന്നല്ലേ വാങ്ങിച്ചേ. ഈ ഡ്രസ്സ് ബാംഗ്ലൂരിൽ നിന്നാണ് വാങ്ങിച്ചത്. അടിപൊളി ഒരു പലാസോ അല്ലല്ലോ എന്റെ പാന്റാണ്. ബാഗി. അതെ അതെ, ബാഗി പാന്റും ഷൂസും അണിഞ്ഞ് ടൗണിൽ ചെത്തി നടക്കാം. ഇതൊക്കെ 90s സോങ്സ് ആണ്, ഹിറ്റ് പാട്ടുകളാണ്. ഇതൊക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് വന്നിരുന്നെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ സിസ്റ്റർ ഈ ഫിലിം കണ്ടിട്ട്, ഡ്രാഗൺ കണ്ടിട്ട് പറഞ്ഞു അടിപൊളി സിനിമയാണ്, അത് നീ ഒന്ന് കാണണം, നല്ല സൂപ്പർ സിനിമയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണാൻ വേണ്ടി വന്നതാണ്. ആ പയ്യൻ്റെ, ഡ്രാഗണിൽ അഭിനയിക്കുന്ന പയ്യൻ്റെ ഫിലിം നേരത്തെ കണ്ടിരുന്നു. ഒരു മൂവി ലവ് ടുഡേ എന്ന് പറഞ്ഞൊരു പടം. അത് കുഴപ്പമില്ലാതെ നല്ല ഫിലിമായിരുന്നു, നല്ല മൂവിയായിരുന്നു. കണ്ടായിരുന്നു തന്നെ? നല്ല പടമെന്ന് കേട്ടായിരുന്നു. അത് ഞാൻ കണ്ടായിരുന്നു. കുഴപ്പമില്ല, തരക്കേടില്ലാത്ത മൂവിയാണത്. സത്യരാജൊക്കെ അഭിനയിക്കുന്ന ഒരു പടം. സെയിം ആ പയ്യൻ എന്താ സിബിയാൻഡി വന്നു. എന്താ സിബിയാൻഡി പിള്ളേരെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നു. ഓ, എന്തൊരു സന്തോഷം നോക്കിയ പിള്ളേർക്ക്. ബൈ ബൈ മക്കളെ, ബൈ. നല്ല കൊച്ചുങ്ങളായിട്ടിരിക്കണം കേട്ടോ. മമ്മ വന്നേക്കാട്ടോ. എന്നാ ഇറങ്ങിക്കോ എല്ലാവരും. വേഗം പിള്ളേരെ കൊടുക്കാൻ സമയമായി, തിയേറ്ററിൽ തുടങ്ങാൻ സമയം. ബാക്ക് ഡിക്കി തുറക്കണേ. ഒരാൾക്ക് സ്ലോ മോഷൻ വേണോ? അത് കൊള്ളാം.
അപ്പോൾ നമ്മൾ ബേബീസിന് വിട്ടിട്ട് നമ്മൾ ഫിലിമിന് വന്നിരിക്കുകയാണ്. കുറേ നാളായി ഇങ്ങനെ ഒരു പടം വന്ന് കണ്ടിട്ട്. സിൽവർ സർക്കിൾ, ഇതൊക്കെ എന്താണാവോ? വർഷം കഴിഞ്ഞിട്ടാണ് എത്തിയത്. എത്രയോ വർഷം കഴിഞ്ഞിട്ട് വരുവാണ്. ഇങ്ങനെയാണ് തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു വ്യത്യാസം തന്നെ. എനിക്കും ചിരിഞ്ഞു വരും. അങ്ങനെ ഞങ്ങൾ ഒത്തിരി നാൾക്ക് ശേഷം ഇവർ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. താൻ വന്നിട്ടില്ലല്ലോ, ഫസ്റ്റ് ടൈമാണ് കവിത ഫസ്റ്റ് ടൈമാണ്. താനും ഫസ്റ്റ് ടൈം. നിങ്ങൾ 3 പേരും ഫസ്റ്റ് ടൈമാണ് കവിതയിൽ. അപ്പോൾ എനിക്ക് എൻ്റെ പഴയ ഓർമ്മകൾ പുതുക്കാനായിട്ടാണ് നമ്മളിപ്പോൾ കവിത വന്നത്. സീറ്റെല്ലാം കാര്യമാണ്, എന്നാലും ഞങ്ങൾ ഹാപ്പിയാണ്. ഹലോ, അപ്പം നമ്മൾ ഡ്രാഗൺസ് മൂവി കണ്ടു. അടിപൊളി സിനിമ എന്ന് പറഞ്ഞാൽ ചിരിച്ച് എന്താ പറയുന്നത്, നല്ല രസമായിട്ടുണ്ട് പടം. എനിക്ക് ലവ് ടുഡേ കണ്ടപ്പോൾ കുഴപ്പമില്ല എന്നുള്ളൊരു ഇതായിരുന്നു. സെയിം ഡയറക്ടർ തന്നെയാണ്. അപ്പോൾ പക്ഷേ ഈ ഫിലിം നല്ല രസമായിട്ടുണ്ട്. പടം എടുത്തിരിക്കുന്ന നല്ല സ്റ്റോറിയാണ്, നല്ല കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. നന്നായിട്ട് എൻജോയ് ചെയ്തു പടം. അപ്പം 3 മണിയാകാൻ പോകുന്നു. നമ്മൾ 12 മണിക്ക് ഷോയിനാണ് കയറിയത്. 3 മണിയാകുമ്പോൾ 2:45 കഴിഞ്ഞു. നമുക്ക് നേരെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോവുക. നമ്മൾ ഫുഡ് അവിടെ കഴിക്കണം. കഴിച്ചു കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്ന് പറയുന്നത്, ഇന്ന് സാറ്റർഡേ കാരണം പള്ളിയിൽ കയറണം, വല്ലാർപാടം പോകണം, പിന്നെ നമ്മുടെ കപ്പൽ പള്ളിയിൽ പോകണം. 2 ആലോചന ഉണ്ട്. ഇത് കഴിഞ്ഞ് ചിലപ്പോൾ റൗണ്ടിങ് കഴിഞ്ഞ് ഡിന്നർ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ എത്തുന്നത്. അറിയില്ല എങ്ങനെയാണെന്നുള്ളത്, അപ്പോഴത്തെ മൂഡ് പോലെ. ഓക്കെ, പിന്നെ ഒരുപാട് മൂവീസ് വരുന്നുണ്ട്, നല്ല ഫിലിംസാണ്. പിന്നെ എല്ലാം പോയി തിയേറ്ററിൽ കാണാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ബേബീസും സ്കൂളിൽ വിട്ടിട്ട് അവർ 2 മണിക്കൂറിൽ നമുക്ക് സമയം കിട്ടുന്നില്ല. 2 മണിക്കൂറിൽ നമ്മൾ അവിടെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുമോ, സിനിമ പോയി കാണാം, അത് നടക്കത്തില്ല. ഇന്ന് പിന്നെ മാർച്ച് 1-ാം തീയതി ആയ കാരണം സാറ്റർഡേയും കൂടെ ആയപ്പോഴത്തേക്കും ഞാൻ സിസ്റ്ററിനോട് വിളിച്ചു ചോദിച്ചു, എല്ലാവരെ കൂടെ ഒന്ന് ആക്കിയാൽ നോക്കാൻ പറ്റുമോ, അവൾ ഫ്രീ ആവണ്ടേ. ഫ്രീ ആന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ കൊണ്ടേ ആക്കി ഞങ്ങൾ മൂവിക്ക് കയറിയതാണ്. പിന്നെ വേറെ വിശേഷങ്ങൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്താണ് കറി എന്നുള്ളത് അറിയില്ല, ചെന്നിട്ട് നോക്കണം. ഓക്കെ, വലിയ തിരക്കില്ലാത്തതാണ്. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? ചിരിച്ചില്ലേ? അല്ലേ, നല്ല സിനിമ. അപ്പോൾ സിസ്റ്ററിന്റെ വീട് എത്താറായി. ഫുഡൊക്കെ നമുക്ക് എടുക്കാം. അപ്പം നമ്മൾ വല്ലാർപാടം എത്തി. ഇന്ന് മാർച്ച് 1 സാറ്റർഡേ ആണ്. നാലേ കാലായി. ഇപ്പം കുർബാന ഇപ്പം ഉണ്ടാവും. തമിഴ് കുർബാന അറ്റൻഡ് ചെയ്യണം. വല്ലാർപാടം വന്നാൽ ഇവിടുത്തെ മെയിൻ ചടങ്ങെന്ന് പറയുന്നത് വല്ലാർപാടം അമ്മയുടെ അടുത്ത് അടിമ കഴിക്കുന്നതാണ്. അടിമ കഴിക്കണം, കുർബാന കാണണം. അത് കഴിഞ്ഞിട്ടാണ് എവിടെയും പോകുന്നതെന്ന് പ്ലാൻ ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ വല്ലാർപാടം പള്ളിയിലെത്തി. 1-ാം തീയതിയായിട്ട് അടിമ കഴിക്കണം. നമ്മൾ കൂടെ ലക്കിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. ലക്കി നോക്കിയാൽ ലക്കിനെ പൊക്കി കാണിച്ചിട്ട് ക്യാമറ ജിഞ്ചിക്ക് കാണിച്ചിട്ട് ജിഞ്ചി കണ്ടോ.
അങ്ങനെ കുർബാന കഴിഞ്ഞ് മറൈൻ ഡ്രൈവിൻ്റെ അല്ലേ ഏതാ സ്ഥലം? മറൈൻ ഡ്രൈവ്, ടാറ്റ തൃത്വം. ഷിഫൂസ് മോമോസിലാണ് വന്നിരിക്കുന്നത്. വണ്ടിക്കകത്തിരുന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത്. വർഷങ്ങളായിട്ട് ഷിഫൂസ് മോമോസിൽ പനമ്പിളയാറിൽ വരുന്നതാണ്. എനിക്ക് തോന്നുന്നു ഷിഫു മോമോസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങളായിരിക്കും ഫസ്റ്റ് വന്നത്. ബിക്കോസ് ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ സുഖമായിട്ട് വന്ന് വണ്ടി നിർത്തുമായിരുന്നു. അവിടുത്തെ ഓണറിൻ്റെ പേര് എനിക്കറിയില്ല, ഒരു ബിയർഡ് വാല. അദ്ദേഹം നമുക്ക് എല്ലാ വണ്ടിക്കകത്ത് എടുത്ത് തരുമായിരുന്നു. ഇപ്പം അദ്ദേഹത്തിന് ഇവിടെ കാണുന്നില്ല. എന്തായാലും ഇപ്പം ഭയങ്കര ക്രൗഡായി ഷിഫു പനമ്പിളയാറിലുള്ള ഷിഫു മോമോസ്. എന്ന് വെച്ചാൽ ഞാനും ലലൂഷും എപ്പോഴും വരുന്നതായിരുന്നു ഇവിടെ. ഇതിലെ പാസ് ചെയ്യുമ്പോൾ ഇവിടെ ഒന്ന് കയറി ജസ്റ്റ് മോമോസ് കഴിച്ചിട്ടായിരിക്കും പോകുന്നത്. ബേബീസ് നല്ല ഉറക്കം, നോക്കി ടയേർഡായി. അവർ രണ്ടുപേരും അനിയത്തിൻ്റെ വീട്ടിൽ നല്ല കളിയായിട്ടുണ്ടാവും. നല്ല സിസ്റ്ററിൻ്റെ മോളുടെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്ന് നല്ല കളിയായിരുന്നു. പിന്നെ പിള്ളേരെല്ലാം കൂടെ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് സന്തോഷമായിരിക്കുമല്ലോ. അങ്ങനെ വെയിറ്റിംഗ് ആണ്, മോമോസിന് വെയിറ്റിംഗ് ആണ്. ഒരാളവിടെ വെയിറ്റിംഗ് ആണ്, കണ്ടോ.